ഒരു ദുരന്ത മുഖത്ത് കേന്ദ്ര ഗവൺമെന്റ് നമ്മോട് കാണിച്ച നിന്ദ്യവും നികൃഷ്ടവുമായ വിവേചനം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് മുഖത്തിന്റെ എല്ലാ ബീഭത്സതയും കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ബഹുമാന്യനായ പന്ന്യൻ സഖാവ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളും സന്ദർശിച്ച് കുഞ്ഞുങ്ങളെ അടക്കമെടുത്ത് ലാളിച്ചു പോയപ്പോൾ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടെ ആ സന്ദർശനത്തെ നോക്കിക്കണ്ടു. കേന്ദ്ര ഗവൺമെന്റ് കേരളം കണ്ട ഏറ്റവും വലിയ ഈ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും, വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിഷേധാത്മകമായ നിലപാടുകളുമായി ആ വലിയ ദുരന്തത്തെ കണ്ണു തുറന്ന് കാണാനുള്ള മനസ്സ് കാണിക്കാത്ത ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഏറ്റവും തെറ്റായ സമീപനത്തിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഈ രാജ്ഭവന്റെ മുമ്പിലേക്കും കേരളത്തിലെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മുമ്പിലും സമരവുമായി പുറപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഈ കാര്യത്തിൽ ഒന്നാം പ്രതി കേന്ദ്ര ഗവൺമെന്റും BJPയും ആണെങ്കിൽ ഇവിടെ ഒരു രണ്ടാം പ്രതി കൂടിയുണ്ട്. അത് UDF ആണ്. അത് മറ്റൊന്നുമല്ല, ഇവിടെ നിന്ന് 18 MP-മാരടക്കമുള്ളപ്പോൾ പാർലമെന്റിലും കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലും വേണ്ട രീതിയിൽ ഫലപ്രദമായി ഈ വിഷയം ഉന്നയിക്കാനും വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്താതെ ഈ ഗവൺമെന്റിന്റെ പരാജയം എന്നുള്ളതിൽ അതിനെ കാണിക്കാനുള്ള ഗൂഢലക്ഷ്യവുമായി ഈ കാര്യത്തിൽ ഒളിമറയത്തു നിന്ന് പ്രവർത്തിക്കുന്ന UDF ഈ കാര്യത്തിൽ കുറ്റക്കാരാണ്. ഞാൻ ദീർഘമായ പുസ്തകത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും കേന്ദ്രം നടത്തുന്ന ഈ അങ്ങേയറ്റത്തെ അവഗണന നമുക്കറിയാം. കേന്ദ്ര വിഹിതങ്ങൾ തരുന്ന കാര്യത്തിൽ ധനകാര്യ കമ്മീഷൻ അവാർഡ് നമുക്ക് നൽകുന്ന കാര്യത്തിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ആകമാനം ലംഘിച്ചുകൊണ്ട് കേരളത്തിന്റെ താല്പര്യങ്ങൾ വരുന്നിടത്തെല്ലാം വിവേചനത്തിന്റെയും രാഷ്ട്രീയ വിരോധത്തിന്റെയും ശത്രുതയുടെയുമായ സമീപനവുമായി മുന്നോട്ടു പോകുമ്പോൾ അത് തിരുത്തിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളും ആ ജനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏറ്റവും മുന്നിലായി ഉണ്ടാവുമെന്ന് കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്ന സമരമാണ് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്നതെന്നും